നൂറയുടെ മേത്ത് വെള്ളമൊഴിക്കുന്ന അനീഷ്. അനീഷിനോട് ദേഷ്യം കാരണം ആ വെള്ളമെല്ലാം ഒഴിച്ചു കളയുന്ന ആദില. ഈ ഒരു കാരണം കൊണ്ട് ഇന്ന് ആദിലയെയും നൂറയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ലൈവിൽ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുന്നത് കാണിക്കുന്നുണ്ട്. അകത്തു നിന്ന് എന്ത് കേട്ടു എന്ന് പറയാൻ കഴിയില്ല. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ ആദിലയും നൂറയും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തുടക്കത്തിൽ യാതൊരു കുഴപ്പമുണ്ടാകുന്നില്ല. റിയാസ് എന്ന് പറയുന്ന ഒരു മണവറാഞ്ചം വന്നതോട് കൂടിയിട്ട് എല്ലാം കയ്യിൽ പോയി. ഇപ്പൊ ആളുകളുടെ വെറുപ്പ് മാത്രമാണ് ഇവള് സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിൽ ഈ ഒരു കുപ്പി തട്ടിപ്പറക്കുന്ന സമയത്ത് മുതലേ ഇവർ കാണിച്ചു കൂട്ടുന്നത് ഭയങ്കര ബോറൻ പരിപാടിയാണെന്നുള്ളതാണ്. ഇവർ കുപ്പി എല്ലാം പരമാവധി കളക്ട് ചെയ്തിട്ട് ശരീരത്തിന്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്നു. അത് കഴിഞ്ഞ് കുപ്പി നിവർത്താൻ വേണ്ടിയിട്ട് വാ വെച്ചുകൊണ്ട് ഊതി വീർപ്പിക്കുന്നു. അതേ കുപ്പി തന്നെ ഈ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അത് സെല്ല് ചെയ്യുന്നു. ആ കുപ്പികൾ സ്വീകരിക്കാത്തതിന്റെ ഭാഗമായിട്ട് ചില കുപ്പികൾക്ക് ഡാമേജ് ഉണ്ട് എന്ന് പറഞ്ഞ് അനീഷ് സ്വീകരിക്കാത്തതും സ്വീകരിച്ചതുമായിട്ടുള്ള കുപ്പികൾ നൂറയും ആദിലയും വന്നു കണ്ട് അയാളെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അത് തള്ളിയിടുന്നു. ആ തട്ടിയിട്ട ദേഷ്യത്തില് അനീഷ് വെള്ളം കോരി ഒഴിക്കുന്നു എന്നുള്ളതാണ്. ഈ വെള്ളം കോരി ഒഴിച്ച ദേഷ്യത്തിൽ, അതായത് അവിടെ വന്ന് പ്രൊവോക്ക് ചെയ്തതും ആദ്യം ഒരു ഡാമേജ് ഉണ്ടാക്കിയതും നൂറയും ആദിലയാണ്. അതിന്റെ ദേഷ്യത്തിൽ ഇയാൾ വെള്ളം ഒഴിച്ചപ്പോ ആദില അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആകെ കുറച്ച് സമയമാണ് ജ്യൂസ് ഫില്ല് ചെയ്യാനും ജ്യൂസ് ഉണ്ടാക്കാനും അവർക്ക് അവസരം കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് അയാളുടെ സമയം കളയാൻ വേണ്ടിയിട്ടും ഒരു വൃത്തികെട്ട ആക്ട് ആദില ചെയ്തു. ആദില ഇപ്പൊ കാണുമ്പോൾ സത്യത്തിൽ പറയട്ടെ, എനിക്കൊരു അറപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ അറപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിലല്ല, ഗെയിമിൽ വളരെ മോശപ്പെട്ട രീതിയിലും ഗെയിമിലല്ലാത്തപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിലാണ് അനീഷിനോട് ബിഹേവ് ചെയ്യുന്നത്. പല ആളുകളും എഡിറ്റ് ചെയ്തിട്ട് ഓരോ വീഡിയോസ് ഇറക്കുന്നുണ്ട്. ശരിക്കും ആങ്ങളെയും പെങ്ങളെയും പോലെയാണ് എന്നുള്ളത്. സത്യത്തിൽ അതല്ല. ആദില പരമാവധി അനീഷിനെ ചൊറിയുന്നുണ്ട്. ആ ചൊറിച്ചൽ തന്നെ കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് നോമിനേഷനിൽ കൊണ്ട് ഇടുന്നുണ്ട് എന്നുള്ളതാണ്. തുറന്ന് പച്ചക്കായിട്ട് ആദിലയെ തുറന്ന് കാണിച്ച അനീഷിനെ ഇപ്പൊ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്തിനാണ് ഇയാളുടെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് പൊളിയുന്ന സമയത്ത് തന്നെ നൂറ വന്ന് ബഹളം വെക്കുന്നുണ്ട് ഈ ഒരു QC ചെക്ക് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട്. ആ ഒരു ഗെയിമിനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാതെ വാ പൊളിച്ച് കലപില കലപില എന്ന് കൂട്ടിയ കുറെ എണ്ണത്തിൽ ഒന്നാണ് ഇവള്. അപ്പൊ അനീഷ് അവളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്. കാരണം അവിടെ ഡീല് ചെയ്യേണ്ടത് സ്ഥാപന ഉടമകളാണ്, അല്ലാതെ അവർക്ക് കുപ്പികൾ വിൽപ്പന നടത്തിയിട്ടുള്ള ഏജന്റുമാരല്ല എന്ന് പറയുമ്പോൾ അതിലെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ട് അവിടെയുള്ള കുപ്പികളൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഭ്രാന്ത് പിടിച്ച ഒരു പ്രതീതിയാണെന്നുള്ളതാണ്. അറപ്പ് വെറുപ്പൊക്കെ ഇപ്പൊ നന്നായിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു LGBTക്കും മറ്റേ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണ്ട. അതല്ലാതെ തന്നെ ഗെയിമിൽ അറപ്പ് തോന്നുന്ന രീതിയിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒന്ന് കാണുക കേട്ടോ. അതായത് അവിടെ നൂറ വന്ന് അയാളുടെ കുപ്പിയൊക്കെ തട്ടിയിടുന്നു. ആദിലയും കൂടെ നിൽക്കുന്നുണ്ട്. ആ ദേഷ്യത്തില് വെള്ളം കോരി ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് തീരെ അങ്ങ് പിടിച്ചില്ല ആർക്ക്? ആദിലക്ക്. കാരണം നൂറയുടെ മേത്താണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് അയാളോടെ കരുതി വെച്ച മുഴുവൻ വെള്ളം എടുത്തങ്ങ് ദൂരെ കളഞ്ഞു. അനീഷ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിമിലേക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ആവുന്ന നമ്മൾ കണ്ടിട്ട്, നേരെ തിരിച്ച് അയാൾ പ്രൊവോക്ക് ആവാറില്ല എന്നുള്ളതാണ്. കുപ്പിയെല്ലാം തള്ളിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ നിൽക്കുന്ന നൂറയും ആദിലയും വെള്ളം തിരിച്ചാക്കിയത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. ഇവിടെ വൃത്തികെട്ട ആക്ട് ചെയ്യുന്നത് ഇവളാണെന്നുള്ളതാണ്. ഇതൊന്നും കൂടാതെ ഇയാളുടെ ഒരു കുപ്പിയിൽ മുടി പെട്ടിട്ടുണ്ട്. ആ ഒരു മുടി പെട്ടതിന്റെ ഭാഗമായിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാം. അയാളുടെ മുഴുവൻ പ്രോഡക്റ്റും QC തള്ളുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് ഒരു വലിയ വഴക്കുണ്ടാവുന്നുണ്ട്. എന്റെ ശക്തമായ ഒരു നിഗമനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ ഒരു ബഹളം വെച്ച് ഈ ഒരു തല്ലുണ്ടായ സമയത്ത് വെള്ളം മുഴുവൻ ഒഴിച്ച് കളയുന്ന സമയത്ത് പിന്നീട് വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ ശരീരത്തിലെ മുടി വീഴാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വലിയ വലിപ്പമുള്ള മുടിയല്ല എന്നുള്ളത്. മീശയിലെയോ താടിയിലെയോ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു മുടിയാവാൻ സാധ്യതയുണ്ട്. തുടക്കത്തിലാണ് അയാളെ തലയിൽ കൃത്യമായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തലയിൽ നിന്നുള്ളതല്ല എന്ന് ഉറപ്പാണ്. ഇവിടെ പ്രൊവോക്കേഷൻ ഉണ്ടാക്കി അയാളെ ബുദ്ധിമുട്ടിച്ച സമയത്ത് വീണതാവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത്. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ വെള്ളം കലക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്, അതായത് കലക്കിയ ജ്യൂസ് എടുത്ത് കൊണ്ടുപോയി ജയിലിൽ കിടക്കുന്ന നവീന് കൊടുക്കുകയാണ് ഈ ആദില. അതായത് നവീനും ആദിലും തമ്മിലുള്ള ഒരു വിഷയം പരിഹരിക്കപ്പെടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ ഒരാളുടെ ജ്യൂസ് കട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു. ഉടനെ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല, നൂറ ആദില നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ തന്നെ അവർ ആകെ ഇളിമ്പയായ ഒരു മൂലക്കായിരുന്നു. ആദ്യം തന്നെ ബിഗ് ബോസിന്റെ വാണിംഗ് അവർക്കാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കളക്ട് ചെയ്ത കുപ്പിയുമായിട്ട് നേരെ ബാത്റൂമിന്റെ സെക്ഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നുകൊണ്ടാണ് അവർ വായ കൊണ്ട് ഊതി വീർപ്പിക്കുന്നത്. അപ്പോഴും ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വൃത്തികേടാണ് ചെയ്യുന്നത്, ഇവിടെ എല്ലാ ഗെയിം നടക്കുന്നത് നേരെ പുറത്തേക്ക് പോകണം എന്നുള്ളത്.
എന്നിട്ട് ഇവിടെ വന്നതിന്റെ ശേഷവും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോള് ഇത് വായ കൊണ്ട് വീർപ്പിക്കുന്നത് പറഞ്ഞു എന്നുള്ള ഒരു കാര്യം ബിന്നി ആദിലയോട് പറയാണ്. ഉടനെ തന്നെ ആദിലയും നൂറയും പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. അതിന് അവര് കണ്ടിട്ടില്ലല്ലോ, ഇനി അങ്ങനെ ചെയ്താൽ തന്നെ എന്താണ് എന്നുള്ള ധാരണയിലാണ്. പക്ഷെ ഇതൊരു ഗെയിം ആണെങ്കിൽ പോലും ഈ കുപ്പികൾ ഉപയോഗിക്കുന്നത് ജ്യൂസ് നിറച്ച് വിൽപ്പന നടത്താനാണെന്നുള്ള ബോധം ആദിലക്കില്ല. ആ ആദില നൂറയാണ് അതിനുശേഷം അനീഷ് ആ ജ്യൂസ് ബോട്ടിലുകൾ വലിച്ചെറിഞ്ഞ് ചവിട്ടിയപ്പോൾ ഡയലോഗ് അടിച്ചത്. അവർ പറഞ്ഞ വാക്ക് ശരിയാണ്, ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരിക്കലും ചവിട്ടരുത് എന്നുള്ളത്. എന്നാൽ അത് പറയാനുള്ള യോഗ്യതയും അവർക്കില്ല. അവരുടെ വായയിലെ ഈർപ്പം പറ്റിയ ആ കുപ്പിയിലുള്ള വെള്ളമാണോ അല്ലെങ്കിൽ ജ്യൂസാണോ മറ്റുള്ള ആളുകൾ കുടിക്കേണ്ടത്? അല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഇന്നത്തെ ടാസ്കിനിടയിൽ 2 കുപ്പികൾ അനുമോള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് QC സെലക്ട് ചെയ്യപ്പെട്ട 2 കുപ്പികൾ. ബാക്കിയുള്ള എല്ലാ കുപ്പികളും റിജക്ട് ചെയ്തു, എല്ലാ ടീമിനെയും റിജക്ട് ചെയ്തു. ഒറ്റ ടീം മാത്രമാണ് ആര്. ഈ 2 കുപ്പികൾ പിന്നീട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആ 2 കുപ്പികൾ എവിടെ? അത് നേരെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവർക്ക് പോയിന്റ് കിട്ടുള്ളൂ എന്നുള്ളത്. എന്നാൽ ആ ഒരു സമയമാകുമ്പോഴത്തേന് കുപ്പി കാണാതാവുകയാണ് എന്നുള്ളതാണ്. ഷാനവാസ് ഉടനെ തന്നെ പറയുന്നുണ്ട്, ആ 2 കുപ്പികളും ഞാൻ ഗിസേലിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഗിസേല് പറയുന്നു, ആ 2 കുപ്പികളും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ കുപ്പി കൊണ്ടുവന്നപ്പോൾ തന്നെ അനുമോള് പറയുന്നു, ഈ കുപ്പികളല്ല ഞാൻ ചെക്ക് ചെയ്ത കുപ്പികൾ എന്നുള്ളത്. ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ കാണുന്നുണ്ടാവും. ആദ്യം അനീഷ് അവിടെ ബഹളം വെക്കും, ആ കുപ്പിയെല്ലാം തട്ടിയിടുമ്പോൾ കൊട്ടയിലേക്ക് മാറ്റി വെച്ച 2 കുപ്പികൾ ഷാനവാസ് എടുക്കുന്നുണ്ട്. അത് നേരെ ഗിസേലിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഗിസേല് നേരെ ആര്യന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിലവിൽ ഗിസേലിന്റെ കയ്യിൽ നിലത്തു നിന്ന് എടുത്ത ഒരു കുപ്പിയും കൂട്ടി ചേർത്തുകൊണ്ടാണ് ആര്യന്റെ കയ്യിൽ കൊടുക്കുന്നത്. ആര്യൻ ഉടൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഏറ്റവും അർജന്റായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന 2 പേർക്ക് അത് കൊടുക്കുക എന്നുള്ളതാണ്. സൂക്ഷിക്കേണ്ട കുപ്പിയാണ്, QC ചെക്ക് ചെയ്ത കുപ്പിയായിരുന്നു, പോയിന്റ് കിട്ടിയ കുപ്പിയായിരുന്നു. അത് നേരെ കൊണ്ടുപോയത് ഇവർക്ക് കൊടുക്കാനാ. അവർ 2 പേര് അത് വാങ്ങി കുടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ലിവിംഗ് റൂമിലെത്തി ബിഗ് ബോസ് ഈ ചോദ്യം ചോദിക്കുന്ന ആ കുപ്പി എവിടെയെന്നുള്ളത്. അപ്പോഴേക്കും ഒരു ഫ്രിഡ്ജിൽ വെച്ച ഏതോ കുപ്പികൾ അനുമോളുടെ അടുത്ത് കൊണ്ടുകൊടുക്കുന്നു. അനുമോൾ അത് റിജക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഗെയിമും അസാധുവാക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ അറിയാത്ത ഒരു കൂട്ടം ആളുകളെ ബിഗ് ബോസിലേക്ക് എടുത്ത് അവിടെ നാണം കെട്ട കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഫെയറുമല്ലാത്ത അൺഫെയർ ആയിട്ടുള്ള ഗെയിം ആദിലയും നൂറയും ഇന്നലെയും ഇന്നും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. ഒരു കഴിവുമില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക, ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാ കഴിവുണ്ട് എന്ന് സ്വയം ധരിച്ചുകൊണ്ട് മണ്ടത്തരം ചെയ്യാതിരിക്കുക. ഈ ഗെയിമിന്റെ സ്ട്രാറ്റജിയും ഗെയിമിന്റെ നിയമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും സഹകരിച്ച് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പോയിന്റ് കൊണ്ട് ഒരുപക്ഷെ സ്വന്തം ലൈഫ് പറഞ്ഞെങ്കിൽ അവിടെ നിലനിൽക്കാനുള്ള ഒരു അവസരം കിട്ടുക, അല്ലെങ്കിൽ ഭക്ഷണം കൂടുതൽ വാങ്ങുവാനുള്ള അവസരങ്ങളൊക്കെയാണ് കിട്ടേണ്ടത്. അതെല്ലാവരും തള്ളി അങ്ങ് കളഞ്ഞു. അനുമോളുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും കമ്പനിയിൽ നിന്നും ഓരോ കുപ്പിയോ അല്ലെങ്കിൽ 2 കുപ്പിയോ വെച്ച് സെലക്ട് ചെയ്യാമായിരുന്നു, അവർക്ക് പോയിന്റ് കൊടുക്കാമായിരുന്നു. പക്ഷെ എല്ലാം റിജക്ട് ചെയ്ത് ആര്യന് മാത്രം കൊടുക്കുക എന്നുള്ളതൊരു മോശപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ എപ്പിസോഡിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. കൺഫെക്ഷൻ റൂമിലേക്ക് ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ആദിലയും നൂറയെയും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ആ വെള്ളം ഒഴിച്ചു കളഞ്ഞതിനും ആ ജ്യൂസ് എടുത്ത് കുടിച്ചതിനും അത് എടുത്ത് കൊടുത്തതിനും അങ്ങനെ വായ കൊണ്ട് ഊതി വീർപ്പിച്ച കുപ്പി സബ്മിറ്റ് ചെയ്തതിനെ കൊണ്ടൊക്കെ ആവാനൊരു സാധ്യതയുണ്ട്. കൺഫെഷൻ റൂമിൽ ലൈവില് ഉള്ളിൽ എന്ത് സംഭവിച്ചെന്ന് കാണിച്ചില്ല, വിളിച്ചിട്ടുണ്ട്. പിന്നീടാണ് മറ്റൊരു ടാസ്ക് കൊടുക്കുന്നത്. ഈ 2 ടീമുകളായി തിരികെയും അവർക്ക് ഒരു ടോപ്പിക്ക് കൊടുക്കുകയും ആ ടോപ്പിക്കിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്യണം എന്നുള്ളത്. അതും ബഹളമാണ് എന്നുള്ളതാണ്. ഇത് വളരെ മോശപ്പെട്ട, അങ്കണവാടി കുട്ടികൾക്ക് കൊടുത്താൽ പോലും വൃത്തിയായിട്ട് ചെയ്യുന്ന പല ഗെയിമുകളും ഇവർ നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ്.